അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ മഹത്വമായിരുന്നവൻ മാനവരക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് പിറന്ന ക്രിസ്തു. ഈ ക്രിസ്തുവിൻ്റെ ഓർമ്മദിനം ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് നാളുകളിൽ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ശാഖ കുട്ടികൾക്കായി ഒരുക്കുന്ന ക്രിസ്മസ് പ്രോഗ്രാം ക്രിസ്മസ് പാർട്ടി ക്ലബ്. ആഗോള വ്യാപകമായി ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ പ്രോഗ്രാമിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാരെയും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഹായ് കൂട്ടുകാരെ, നമ്മളുടെ എക്സാംസ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ് നമുക്കിനിയും ഹോളിഡേയ്സ് വരാൻ പോവാണല്ലേ. അപ്പം നമ്മളുടെ ഈ ഹോളിഡേയ്സ് എന്ത് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ്? ക്രിസ്മസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വരും. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാമോ? സാന്റക്ലോസ്. ഓക്കെ. ക്രിസ്മസ് ഡെക്കറേഷൻസ്. ഓക്കെ. കരോൾ. ക്രിസ്മസ് കരോൾ. ക്രിസ്മസ് കരോൾ. ഓക്കെ, കരോൾ. ക്രിസ്മസ് ഗിഫ്റ്റ്സ്. ഓക്കെ, ഗിഫ്റ്റ്. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്താണെന്ന് നമ്മൾക്കൊന്ന് നോക്കിയാലോ. അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു ക്രിസ്മസ് സോങ് പഠിക്കാം. നിങ്ങളെല്ലാം റെഡിയാണോ അതിന്? ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ഇന്ന് നമ്മളുടെ ക്രിസ്മസ് സോങ് പഠിപ്പിക്കാനായിട്ട് നമ്മുടെ വിജേഷ് സാർ വരുന്നതാണ്. അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈകൂപ്പിക്കേ. സ്വർഗസ്ഥനായ പിതാവേ, ദൈവമേ, ഇന്ന് ഈ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഇന്ന് ഈ ദിവസം ഈ പ്രോഗ്രാമിനായിട്ട് കൂടി വന്നിരിക്കുന്ന കുഞ്ഞുമക്കളെയും അതോടൊപ്പം കൂടി വന്ന മറ്റുള്ളവരെയും ഈ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരണമേ കർത്താവേ. ഞങ്ങൾ പഠിക്കുന്ന പാഠങ്ങളും ഞങ്ങൾ പഠിക്കുന്ന പാട്ടുകളും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ അത് ഗുണപ്രദമായി തീരുവാൻ സഹായിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഞങ്ങളുടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ത്യ രാജ്യത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ നമ്മൾ രക്ഷിക്കുന്നത് ആരാണ്? ഇന്ത്യൻ ആർമി. വെരി ഗുഡ്. അതേപോലെ ഓരോ രാജ്യത്തിനും പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ ആർമികളാണ് അതിൽ നിന്ന് അവരെ രക്ഷിക്കുന്നത് അല്ലേ. എന്നാൽ ലോകത്തിന് മുഴുവനും പ്രശ്നം വരുമ്പോൾ ആർക്കെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ? എന്നാൽ ലോകത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളെയും രക്ഷിക്കാനായിട്ട് ഒരാൾ ഈ ലോകത്തോട് ജനിച്ചു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പാട്ടിലേക്ക് പഠിക്കാൻ പോകുന്നത്. പാട്ട് നമുക്ക് കേട്ടാലോ? പാലൊളി തൂകിയ രാത്രിയിൽ മഞ്ഞിൽ പിറന്നു ലോകരക്ഷകൻ. പാലൊളി തൂകിയ രാത്രിയിൽ മഞ്ഞിൽ പിറന്നു ലോകരക്ഷകൻ. വാനിലുദിച്ചു ദിവ്യതാരം, ഹല്ലേലൂയ പാടി മാലാഖമാ. വാനിലുദിച്ചു ദിവ്യതാരം, ഹല്ലേലൂയ പാടി മാലാഖമാ. പാലൊളി തൂകിയ രാത്രിയിൽ മഞ്ഞിൽ പിറന്നു ലോകരക്ഷകൻ. പാലൊളി തൂകിയ രാത്രിയിൽ മഞ്ഞിൽ പിറന്നു ലോകരക്ഷകൻ. കൂട്ടുകാരെ, ഈ പാട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ലോകരക്ഷകൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്നാൽ ആ സമയത്ത് ആകാശത്തിൽ ഭയങ്കര പ്രകാശമുണ്ടായി, മാലാഖമാർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സന്തോഷമുള്ള ഈ സമയത്താണ് ലോകത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജനിച്ചത്. എന്തിനാണ് യേശു ക്രിസ്തുവിനെ ലോകത്തിൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്?
കാരണം ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്താണെന്നറിയാവോ? പാപം. ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്ന് ജനിച്ചതിനെ നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. എന്നാൽ കൂട്ടുകാരെ, ഈ യേശു യഥാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വന്ന് ജനിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ്. മനസ്സിലായോ? ആ സന്തോഷത്തോടെ വേണം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട്. എന്നാൽ ഈ യേശു ക്രിസ്തു എങ്ങനെയാണ് യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ജനിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് ഒന്നും കൂടെ പഠിച്ചാലോ? പഠിക്കാം. യെസ്. അപ്പം ഞാൻ പാടിത്തരാം. ഏറ്റു പാടുമോ? ഓരോ ലൈനായിട്ട് ഞാൻ പാടിത്തരാം. ഏറ്റു പാടണം കേട്ടോ. പാലൊളി തൂകിയ രാത്രിയിൽ, പാടിക്കേ. പാലൊളി തൂകിയ രാത്രിയിൽ മണ്ണിൽ പിറന്നു ലോകരക്ഷകൻ, മണ്ണിൽ പിറന്നു ലോകരക്ഷകൻ, വാനിലുദിച്ചു ദിവ്യതാരം, വാനിലുദിച്ചു ദിവ്യതാരം, ഹല്ലേലൂയ പാടി മാലാഖമാർ. ഹല്ലേലൂയ പാടുക. വെരി ഗുഡ്. നിങ്ങൾ സൂപ്പറായിട്ട് ഈ പാട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ പാട്ടിൻ്റെ ആക്ഷൻ പഠിച്ചാലോ? പഠിക്കാം. ആർ യു റെഡി? യെസ്. അപ്പോൾ ഈ പാട്ടിൻ്റെ ആക്ഷൻ ഞാൻ ചെയ്യാം. അതിന് നിങ്ങൾ കണ്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ? നിങ്ങൾ ഇരുന്നുകൊണ്ട് ചെയ്തോളൂ എൻ്റെ കൂടെ. പാലൊളി തൂകിയ രാത്രിയിൽ മണ്ണിൽ പിറന്നു ലോകരക്ഷകൻ, പാലൊളി തൂകിയ രാത്രിയിൽ മണ്ണിൽ പിറന്നു ലോകരക്ഷകൻ, വാനിലുദിച്ചു ദിവ്യതാരം, ഹല്ലേലൂയ പാടി മാലാഖമാർ, വാനിലുദിച്ചു ദിവ്യതാരം, ഹല്ലേലൂയ പാടി മാലാഖമാർ, പാലൊളി തൂകിയ രാത്രിയിൽ മണ്ണിൽ പിറന്നു ലോകരക്ഷകൻ, പാലൊളി തൂകിയ രാത്രിയിൽ മണ്ണിൽ പിറന്നു ലോകരക്ഷകൻ. ഓക്കെ, സൂപ്പറായിട്ട് നിങ്ങൾ ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചെയ്താലോ? ആർ യു റെഡി? യെസ്. ഓൾ സ്റ്റാൻഡ് അപ്പ്. പാലൊളി തൂകിയ രാത്രിയിൽ മണ്ണിൽ പിറന്നു ലോകരക്ഷകൻ, പാലൊളി തൂകിയ രാത്രിയിൽ മണ്ണിൽ പിറന്നു ലോകരക്ഷകൻ, വാനിലുദിച്ചു ദിവ്യതാരം, ഹല്ലേലൂയ പാടി മാലാഖമാർ, വാനിലുദിച്ചു ദിവ്യതാരം, ഹല്ലേലൂയ പാടി മാലാഖമാർ, പാലൊളി തൂകിയ രാത്രിയിൽ മണ്ണിൽ പിറന്നു ലോകരക്ഷകൻ, പാലൊളി തൂകിയ രാത്രിയിൽ മണ്ണിൽ പിറന്നു ലോകരക്ഷകൻ. വെരി ഗുഡ്. സൂപ്പറായിട്ട് നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമായോ കൂട്ടുകാരെ? ആണോ? നിങ്ങൾക്ക് കോഴി കുഞ്ഞുങ്ങളെ ഇഷ്ടമാണോ? അത് കോഴിക്കുഞ്ഞ് എവിടെ നിന്നാണ് വരുന്നത്? അല്ലേ? നമ്മളൊരു എഗ്സ്, ഒരു 10 or 15 എഗ്സ് എടുത്ത് നമ്മളൊരു കോഴിക്ക് അട വയ്ക്കും അല്ലേ? എന്നിട്ട് ഒരു 21 days കഴിയുമ്പോൾ നല്ല കോഴി കുഞ്ഞുങ്ങൾ വരും അല്ലേ? പക്ഷെ ചില മുട്ടകളൊന്നും വിരിയാറില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ?
ചില മുട്ടക്കകത്ത് ജീവൻ ഉണ്ടാവില്ല അല്ലേ? നമുക്ക് ജീവനുള്ള മുട്ടയിൽ നിന്നാണ് നല്ല ഭംഗിയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നത്. പക്ഷെ ചില മുട്ടകൾ ചീമുട്ടകളാണ്. ചീമുട്ടകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജീവനില്ല. അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും, നമുക്ക് ആർക്കും ഇഷ്ടമില്ല. പക്ഷേ ജീവനുള്ള മുട്ടയിൽ നിന്ന് എന്താ വരിക? നല്ല ബ്യൂട്ടിഫുൾ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങൾ വരും അല്ലേ? അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ ജീവനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വചനമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പഠിക്കാമോ? പുതിയ നിയമത്തിനകത്ത് യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനം, അതിൻ്റെ 5-ാം അധ്യായം 11-12 വാക്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ യോഹന്നാൻ ആരാന്നറിയോ? യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. ഈ യോഹന്നാൻ എത്ര പുസ്തകം എഴുതിയിട്ടുണ്ടെന്നറിയോ? 5. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം, പിന്നെ 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, വെളിപ്പാട് പുസ്തകം, അങ്ങനെ 5 പുസ്തകങ്ങൾ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. അതിൽ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 11-12 നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വായിച്ചു കേൾക്കാമോ? ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവൻ ഉണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. ഈ വചനം വായിച്ചപ്പോൾ ചില വാക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാം അല്ലേ? എന്തൊക്കെയാ? ജീവൻ, പുത്രൻ. ജീവൻ, പുത്രൻ അല്ലേ? അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. പുത്രൻ എന്ന് പറയുന്നുണ്ട്, ജീവൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്? ജീവനുണ്ട്, ജീവനില്ല അല്ലേ? ജീവനുള്ള കാര്യം പറയുന്നുണ്ട്, ജീവനില്ലാത്ത. അപ്പോൾ അതെന്താന്ന് നോക്കണ്ടായോ? നമുക്ക് ജീവനുണ്ടോ? ഉണ്ടോ? ഇവിടെ ഈ ജീവൻ എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? നിത്യജീവൻ അല്ലെങ്കിൽ ഇറ്റേണൽ ലൈഫ് അല്ലേ? നിത്യമായ ഒരു ജീവനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ? ആ ജീവൻ നമുക്ക് എങ്ങനെ ലഭിക്കും എന്ന് പറയുന്നുണ്ട്. എന്താണ്? ജീവനുണ്ട്, ജീവനില്ല. അപ്പോൾ നിത്യജീവനുണ്ട്, നിത്യജീവൻ ഇല്ലാത്തൊരു അനുഭവം അല്ലേ? ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഇതിൽ പറയുന്നുണ്ട് ആർക്കാ നിത്യജീവൻ കൊടുത്തിരിക്കുന്നത്? പുത്രന് നിത്യജീവൻ കൊടുത്തിട്ടുണ്ട്. ദൈവമോ നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ പുത്രനിലുണ്ട്. അപ്പോൾ ഈ പുത്രൻ ആരാന്ന് നിങ്ങൾക്കറിയാവോ? ആരാ ഈ പുത്രൻ? ജീസസ്. ജീസസ്, യേശുവാണ് ഈ പുത്രൻ അല്ലേ? ആ പുത്രനെ കുറിച്ച് ആ ഒരു സെലിബ്രേഷനാണ് നമ്മളിപ്പം ചെയ്യുന്നത് അല്ലേ? ക്രിസ്മസ് അല്ലേ? ആരാണത്? അതെന്താണ്? യേശുവപ്പയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ പുത്രനുള്ളവർക്ക് എന്താണ്? ജീവനുണ്ട്. അപ്പോൾ ഈ പുത്രൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, അപ്പോൾ യേശുവപ്പ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ എന്താണ്? നമുക്ക് ജീവൻ ഇല്ല. അപ്പം ജീവൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പുത്രൻ നമ്മുടെ ഉള്ളിൽ അല്ലേ? യേശുവപ്പ നമ്മുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ നമുക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ അല്ലേ? അപ്പോൾ ഈ വചനം നിങ്ങൾക്ക് മനസ്സിലായോ? ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതും ഒരവസ്ഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? ദൈവം ഉള്ള പുത്രനുള്ളവർക്ക് ജീവനുണ്ട്. ഞാൻ ഈ വചനം പറയുമ്പം നിങ്ങൾ എൻ്റെ കൂടെ പറയണം. പഠിക്കാമോ? 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവൻ ഉണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. നമുക്കിനി ഒരു ഗെയിമിലൂടെ ഈ വാക്യം പഠിക്കാം. നിങ്ങൾ നിത്യജീവൻ എന്ന് ഉള്ള സ്ഥലത്ത് നിത്യജീവൻ പറയുമ്പം ഒരു ഡബിൾ ക്ലാപ്പ് കൊടുക്കണം. ജീവൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു സിംഗിൾ ക്ലാപ്പ് കൊടുക്കാം. ചെയ്യാമോ? 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവൻ ഉണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വാക്യം. നിങ്ങൾ പഠിച്ചോ? നമുക്ക് ഈ ജീവനെ കുറിച്ച് ഇനി അടുത്തൊരു ലെസൺ കേൾക്കാമോ?
അതെ ടോണി, നീ ഭയങ്കര ഹാപ്പിയാണല്ലോ. എന്താ ഇത്രയും ഹാപ്പി ആയിട്ടുണ്ടെന്ന്? അതാ ഞാൻ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമല്ലേ. ഓ, ക്രിസ്മസ് ആഘോഷിക്കുമല്ലേ, അതുകൊണ്ടാണ് ഇത്രയും ഹാപ്പി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും ഹാപ്പി ആയിട്ടുള്ള സമയത്ത് ഞാനൊരു ചോദ്യം ചോദിക്കാം, നിനക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയാം അങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തിൽ ഒത്തിരി മഹാന്മാരുണ്ട്. ആരുടെങ്കിലും പേര് നിനക്കറിയാവോ? എനിക്കറിയാലോ. കൂട്ടുകാർ നിനക്കറിയാവോ? എനിക്കറിയാം, മഹാത്മാഗാന്ധി. ഓ, മഹാത്മാഗാന്ധി. യെസ്, മഹാത്മാഗാന്ധിയുടെ ബർത്ത്ഡേ എന്താണെന്നറിയാവോ? എനിക്കറിയാം, ഒക്ടോബർ 2. ആ, വെരി ഗുഡ്. ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ബർത്ത്ഡേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചാച്ചാജി ഉണ്ടല്ലോ, ചാച്ചാജിയുടെ ബർത്ത്ഡേ എന്താണെന്ന് ചോദിച്ചാലോ ടോണിയോട്? എനിക്കറിയാം അങ്കിൾ, എനിക്കറിയാം. നവംബർ 14. ഓ, നവംബർ 14 ചാച്ചാജിയുടെ ബർത്ത്ഡേ. അങ്ങനെയാണെങ്കിൽ ഈ മഹാന്മാരുടെയൊക്കെ ബർത്ത്ഡേ എന്നാണ് ആഘോഷിക്കാൻ തുടങ്ങിയത്? അതറിയത്തില്ല അങ്കിളിന്. എല്ലാവരും ജനിച്ച കഴിഞ്ഞാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഓ, ജനിച്ച കഴിഞ്ഞാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, ശരിയാ. എന്നാൽ ഒരാളുണ്ട്, അദ്ദേഹം ജനിക്കുന്ന മുമ്പ് തന്നെ ഈ ലോകത്ത് ജനിക്കുമെന്നും എങ്ങനെ ജീവിക്കുമെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ഡിഫറൻ്റ് ആയിരുന്നു. എങ്ങനെയാണെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ കഥയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കേൾക്കാൻ പോകുന്നത്. നമുക്ക് കേട്ടാലോ? ഓക്കെ അങ്കിൾ. കൂട്ടുകാരെ, നമുക്കൊക്കെ കഥ കേൾക്കാം. ടോണി പറഞ്ഞതുപോലെ എല്ലാ മഹാന്മാരുടെയും ബർത്ത്ഡേ അവർ ജനിച്ച് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് അവർ മരിച്ചു കഴിയുമ്പോഴാണ് അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, അല്ലേ? ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ജനിക്കുന്നതിന് മുൻപ് തന്നെ എവിടെ ജനിക്കും, എപ്പോൾ ജനിക്കും, എങ്ങനെ ജനിക്കും എന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞ ഒരാളുടെ കാര്യമാണ്. നമുക്കറിയാം അതാരാണ്? യേശു, അല്ലേ? ദൈവമല്ല, ദൈവത്തിൻ്റെ പുത്രൻ. ആരാ? യേശു. യേശുവിൻ്റെ ജന്മമാണ് ക്രിസ്തുമസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. യേശു ജനിച്ചു കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ല അത് ആഘോഷിക്കാൻ തുടങ്ങിയത്. അതിനു മുൻപ് തന്നെ, ജനിക്കുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു യേശു എന്ന് ജനിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ യേശു ജനിക്കുമെന്ന് പഴയ നിയമത്തിൽ, യേശു ജനിച്ചെന്ന് പുതിയ നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. നോക്കിയേ, യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ യേശു ജനിക്കുന്നതിന് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ആ പറഞ്ഞതനുസരിച്ച് മറിയ എന്ന കന്യകയിലാണ് യേശു ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. അപ്പോൾ ഈ മറിയ എന്ന് പറയുന്ന ആ ആൻറ്റിക്ക് കല്യാണമൊക്കെ ആലോചിച്ച് വെച്ചിരിക്കുമായിരുന്നു. ജോസഫ് എന്ന് പറഞ്ഞ ഒരാളിനെ ആ വിവാഹം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അവരുടെ വിവാഹം കഴിയുന്നതിന് മുൻപ് തന്നെ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കും. ആ ദൂതൻ പറഞ്ഞതനുസരിച്ചാണ് മകനെ പ്രസവിച്ചത്. അപ്പോൾ എവിടെ പ്രസവിക്കുന്നതെന്നും പറഞ്ഞായിരുന്നു. എവിടെ പ്രസവിക്കുന്നതെന്നറിയാമോ? കാലിത്തൊഴുത്തിൽ, അല്ലേ? ക്രിസ്മസിന് നമ്മൾ എന്നാ ചെയ്യുന്നത്? പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെക്കത്തില്ലേ? അത് യേശു കുഞ്ഞിനെ ജനിച്ചിട്ട് കാലിത്തൊഴുത്തിലാണ് കിടത്തിയത്. അതും അങ്ങനെ സംഭവിക്കുവാൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇവർ അവരുടെ സെൻസസ് എടുക്കാനായിട്ട് അന്നത്തെ അവരുടെ ഗവർണർ പറഞ്ഞതനുസരിച്ച് അവരുടെ രാജ്യത്തുനിന്ന്, അവർ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് അവരുടെ സ്വന്തം നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന വഴിക്കാണ് യേശു കുഞ്ഞ് ജനിച്ചത്. അപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ശരിയായിട്ടൊരു സ്ഥലം കിട്ടിയില്ല താമസിക്കാനായിട്ട്. അപ്പോഴത്തേക്കും മറിയയ്ക്കറിയാം ഇപ്പം തന്നെ ഈ കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ എവിടെ കിടത്തും? അങ്ങനെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഒരിടത്തും സ്ഥലമില്ല. എല്ലായിടത്തും ആൾക്കാർ ബുക്ക് ചെയ്ത് ആൾക്കാർ താമസിക്കുക. അപ്പോൾ ഒരു സ്ഥലവും കിട്ടാഞ്ഞതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കാലിത്തൊഴുത്തിലാണ് കിടത്തിയത്. സാധാരണ അവരുടെ കയ്യിലുള്ള തുണി വെച്ച് പൊതിഞ്ഞ് ഈ കുഞ്ഞിനെ കാലിത്തൊഴുത്തിൽ കിടത്തി. അപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചത് ആരെങ്കിലും അറിഞ്ഞോ? അപ്പോൾ ഇവൻ്റെ ജനനം തന്നെ എന്ന് വെച്ചാൽ യേശുവിൻ്റെ ജനനം തന്നെ വളരെ ഡിഫറെൻ്റാണ്. എല്ലാവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് യേശു ജനിച്ചത്. ആരും അറിഞ്ഞില്ല. എന്നാൽ യേശു ജനിച്ച സമയത്ത് മാലാഖമാർ ആകാശത്ത് വന്നിട്ട് അവിടെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാരോട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. എവിടെ? ബെത്ലഹേമിൽ. ഇത് ആട്ടിടയന്മാർ കേട്ടു. അവരുടെ നാട്ടിലെ ആട്ടിടയന്മാർ ആടിനെ മേയിച്ച് പുറത്ത് ആടുകൾ മേയ്ക്കുന്ന സ്ഥലത്ത് തന്നെ രാത്രിയിൽ അവർ കിടക്കുമായിരുന്നു. അപ്പോഴവർ ഈ വെളിച്ചം കണ്ടതും ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ ദൂതന്മാർ പറഞ്ഞത് കേട്ടതും. അങ്ങനെ കേട്ടതനുസരിച്ച് ആട്ടിടയന്മാരെന്തോ ചെയ്തെന്നറിയാമോ?
ഈ പറഞ്ഞ കുഞ്ഞിനെ കാണാനായിട്ട് അവർ ആടുകളെയൊക്കെ വിട്ടിട്ട് യാത്ര ചെയ്ത് കാലിത്തൊഴുത്ത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നോക്കി, ബെത്ലഹേമിലാണെന്നറിയാം. അങ്ങനെ കണ്ടുപിടിച്ച് അവരവിടെ യാത്ര ചെയ്ത് എത്തി. യേശുവിനെ കണ്ടു, യേശുവിനെ നമസ്കരിച്ചു. അപ്പോൾ ജനിച്ചപ്പോഴേ ആട്ടിടയന്മാർ, ആരാ ഈ ദൂതന്മാർ ഇതാ പറയാൻ കാരണം എന്താ? ദൈവത്തിൻ്റെ ദൂതന്മാരാ പറഞ്ഞത്. അപ്പോൾ യേശു ജനിച്ചിരിക്കുന്നുവെന്ന് ആരാ പറഞ്ഞത്? ദൂതന്മാരല്ലേ. അതനുസരിച്ച് അവർ യേശുവിനെ നമസ്കരിച്ചു. അപ്പോൾ യേശുവിൻ്റെ ജനനം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഹി വാസ് ഡിഫറെൻറ്റ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് യേശുവിൻ്റെ ബർത്ത് തന്നെ. ഇനി യേശുവിൻ്റെ പ്രവൃത്തി വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. യേശു അവിടെ ഈ കുഞ്ഞായിട്ട് ജനിച്ചിട്ട് പതുക്കെ വളർന്ന് ഏതാണ്ട് 30 വയസ്സ് കഴിഞ്ഞപ്പോൾ യേശു പരസ്യമായിട്ട് ആൾക്കാരുടെ ഇടയിൽ കയറി ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറയാൻ തുടങ്ങി. യേശുവിൻ്റെ ജനനം ഡിഫറെൻ്റ് ആയിരുന്നതുപോലെ തന്നെ യേശുവിൻ്റെ പ്രവൃത്തികളും ഡിഫറെൻ്റ് ആയിരുന്നു. ഏതാണ്ട് 30 വർഷം കഴിഞ്ഞപ്പോൾ യേശു വലിയ മനുഷ്യനായി. യേശുവിനോടൊപ്പം യേശു ചില ശിഷ്യന്മാരെയൊക്കെ കണ്ടെത്തി. യേശുവും ശിഷ്യന്മാരും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് എപ്പോഴും പറയാനുണ്ടായിരുന്നത് ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഒക്കെയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ? എല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? നിങ്ങളുണ്ടോ കൂടെ? ഇതന്നെ എല്ലാവരും അനങ്ങാതിരിക്കുന്നേ. നിങ്ങളുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നമ്മളെല്ലാവരെയും, കറുത്തതാണോ വെളുത്തതാണോ പണക്കാരാണോ പാവങ്ങളാണോ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അതാ യേശുവിനും പറയാനുണ്ടായിരുന്നത്, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അങ്ങനെ യേശു പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ ഇതെല്ലാം കേൾക്കാൻ വരും. അങ്ങനെ കേൾക്കാൻ വന്നപ്പോൾ ഒരു ദിവസം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഗലീല കടലിൻ്റെ അപ്പുറത്തോട്ട് പോവുക, ഞാൻ തനിച്ച് അല്പസമയം മാറിയിരിക്കാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ യേശു മലയിലേക്ക് തനിച്ചു പോയി. ശിഷ്യന്മാർ ഗലീല കടലിൽ കൂടെ യാത്രയായി. ഗലീല കടലിൽ കൂടെ യാത്ര പോകണമെങ്കിൽ ഏത് വാഹനത്തിലായിരിക്കും ഒരു യാത്ര ചെയ്തത്? ബോട്ടിലായിരിക്കും അല്ലേ. അങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബോട്ട് ഭയങ്കരമായിട്ട് കാറ്റും തിരമാലയും അടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി. എങ്ങനെ ഒന്ന് കാണിക്കാവോ? എങ്ങനെ ആടിയത്? അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ട് ആടാൻ തുടങ്ങി. എന്നാൽ ബോട്ടിലുള്ള യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പലരും മീൻപിടുത്തക്കാരാണ്. അതുകൊണ്ട് അവർക്ക് നന്നായിട്ടറിയാം ബോട്ട് എങ്ങനെ നിയന്ത്രിക്കണമെന്ന്. പക്ഷെ അവർ നിയന്ത്രിച്ചിട്ടൊന്നും സാധിക്കാതെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര പേടിയായി. അയ്യോ, നമ്മളിപ്പോൾ മുങ്ങി ചത്തുപോകുമല്ലോ എന്നുള്ള പേടി കാരണം അവർ പേടിച്ച് കരയാൻ തുടങ്ങി. അങ്ങനെ അവർ വല്ലാതെ പേടിച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ, കടലിൽ കൂടെ ഒരാൾ നടന്നു വരുന്നു. കടലിൽ കൂടെ ആരാ നടന്നു വരുന്നത്? അവർ നോക്കിയിട്ട് അവർ വിചാരിച്ചൊരു ഭൂതമാണെന്ന്. പേടി വന്നാൽ പിന്നെ നമുക്കങ്ങനെ അല്ലേ, അമ്മയും അച്ഛനെയും പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റത്തില്ല, പേടിച്ചങ്ങ് കരയും. അതുപോലെ അവർ കരഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇത് ഞാനാണ്. അപ്പോൾ കടലിൽ കൂടെ യേശു നടന്ന് ഇവരുടെ പടകിൽ കയറിയതും കാറ്റും കടലും ശാന്തമായി. യേശുവിൻ്റെ ശക്തിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ശക്തി പോലെയല്ല യേശുവിൻ്റെ ശക്തി. അപ്പോൾ യേശുവിൻ്റെ ശക്തിക്ക് വ്യത്യാസമുണ്ട്, യേശുവിൻ്റെ ജനനത്തിന് വ്യത്യാസമുണ്ട്. അങ്ങനെ യേശു എല്ലാം കൊണ്ടും ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ശക്തിക്ക് വ്യത്യാസം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ കൂടെ യേശു ഉണ്ടെങ്കിൽ നിങ്ങളുടെയും പ്രതിസന്ധികളിൽ യേശു നിങ്ങളെ സഹായിക്കാൻ മതിയായ ആളാണ്. ഒരു ദിവസം യേശുവിൻ്റെ അടുത്തൊരു മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, യേശുവേ വേഗം ഒന്ന് വരണേ, എൻ്റെ മകള് മരിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ യേശു പറഞ്ഞു, ഞാൻ വരാം എന്ന് പറഞ്ഞ് യേശു അയാളുടെ കൂടെ പോയി. അയാളുടെ പേര് യായിറോസ് എന്നായിരുന്നു. ഈ യായിറോസ് എന്ന് പറയുന്ന ആളിൻ്റെ ഒറ്റ മോളേ ഉള്ളൂ. ആ കുട്ടിയെ സുഖമില്ലാതെ മരിക്കാൻ പോവുക. അപ്പോൾ മരുന്നൊക്കെ കൊടുത്തിട്ട് മാറിയില്ല. അപ്പോൾ യേശു എന്തെങ്കിലും ചെയ്യുമായിരിക്കുമെന്ന് വിചാരിച്ചാണ് യായിറോസ് യേശുവിനെ വിളിച്ചത്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരും ജനങ്ങളും എല്ലാവരും കൂടെ യായിറോസിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരാൾ ഓടി വന്ന്, യായിറോസിൻ്റെ ജോലിക്കാരിൽ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഇനി യേശു വരണ്ട. യേശുവിനെ അവരൊന്ന് ഗുരു എന്നാണ് വിളിക്കുന്നത്. യേശു വരണ്ട, കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, പേടിക്കണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. അങ്ങനെ യേശു അവരുടെ കൂടെ പോയി അവിടെ നോക്കുമ്പോൾ എല്ലാവരും മുൻവശത്തിരുന്ന് ഭയങ്കര കരച്ചിലും ബഹളവും. ഒരു കുഞ്ഞേ ഉള്ളവരെല്ലാവരും കരയുക. യേശു പറഞ്ഞു, കരയണ്ട, കുഞ്ഞ് മരിച്ചിട്ടില്ല. കരഞ്ഞുകൊണ്ടിരുന്നവരടുത്ത്, ഇയാൾക്ക് എന്തോന്നറിയാം, ഇയാൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? നമ്മൾ മരിച്ചാൽ കണ്ടിട്ടില്ലേ ഇവിടെ വന്നിരുന്ന് കരയുന്നത്. അപ്പോൾ കരയണ്ട, മരിച്ചിട്ടില്ല എന്ന് പറയുന്നു. യേശു എന്ത് ചെയ്തെന്നോ, യേശു മുറിക്കകത്തേക്ക് പോയപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 3 പേരെയും ഈ യായിറോസിനെയും ഭാര്യയെയും, അവർ 2 പേരെയും, കുട്ടിയുടെ അച്ഛനും അമ്മയും, അവരെയും കൂടെ മാത്രം അകത്ത് കയറ്റിയിട്ട്
യേശു അവിടെ ചെന്നു, മരിച്ചു കിടക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിലൊന്ന് പിടിച്ചിട്ട് പറഞ്ഞു, തലീഥ കുമി എന്ന് പറഞ്ഞാൽ എന്താ? ബാലെ എഴുന്നേൽക്ക. അത് പറഞ്ഞതും ആ കുട്ടി എഴുന്നേറ്റു. നോക്കിയേ, യേശുവിൻ്റെ പ്രവൃത്തി എന്ത് വ്യത്യാസമുള്ളതാ അല്ലേ? മരിച്ചവരെ ഉയർപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ഉണങ്ങിപ്പോയ ഒരു പൂവിനെ പുതിയ പൂവാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. പക്ഷെ മരിച്ച കുഞ്ഞിനെ യേശു ഉയർപ്പിച്ചു. അപ്പോൾ യേശുവിന് അങ്ങനെ നമ്മുടെ മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുള്ള കഴിവ്, അങ്ങനെ ഒരു നിത്യജീവൻ തരാനുള്ള ഒരവകാശവും അധികാരവും യേശുവിനുണ്ട്. അങ്ങനെ ഈ യേശു പിന്നെയും പല കാര്യങ്ങൾ ചെയ്തു. ഒരിക്കൽ യേശു ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരുന്നിടത്ത് ജനങ്ങളെല്ലാം വന്ന് യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വന്നപ്പോൾ പ്രസംഗം കേട്ട് ഇരുന്ന് അങ്ങ് സന്ധ്യ കഴിഞ്ഞു. ആരും വീട്ടിൽ പോയില്ല. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, യേശുവേ, ഇവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണ്ടേ? ഇത്രയും സമയമായി, ഇനി അവരങ്ങ് ദൂരെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ക്ഷീണിച്ചു പോകും, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം. യേശു പറഞ്ഞു, നിങ്ങൾ കഴിക്കാൻ കൊടുക്ക്. ഇവിടെയോ? ഇവിടെ എന്തോ ഉണ്ട്? ഇവരാണെങ്കിൽ ആ ഗലീല കടലിൻ്റെ ഓരത്തുള്ള ഒരു മലമുകളിലായിരിക്കുന്നു, കുറേ പുല്ലും കല്ലും ഒക്കെയുള്ളവിടെ. എവിടുന്ന് കിട്ടും? അപ്പോൾ ഒരു ശിഷ്യൻ എന്ത് പറഞ്ഞെന്നറിയാമോ? എവിടുന്ന് കൊടുക്കാനാ? ഇനി നമ്മുടെ കയ്യിൽ 200 രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഏതാണ്ട് വലിയൊരു തുകയാണ്. അത്രയും പണം ഉണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല. എത്ര മനുഷ്യരുണ്ടെന്നറിയാമോ? പുരുഷന്മാർ മാത്രം 5000 പേര്. എത്ര പേര്? 5000 പേര്. 5000 മെൻ എന്ന് പറയാം. അത്ര പേരുണ്ട്. പിന്നെ വേറെ സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അത് ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ശിഷ്യനാണ് പറഞ്ഞത്, 200 രൂപയ്ക്ക് അപ്പം മേടിച്ചാലും പറ്റത്തില്ല. അപ്പോൾ വേറൊരു ശിഷ്യനുണ്ട്. ആ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, അന്ത്രയോസ് എന്നാണ് ശിഷ്യൻ്റെ പേര്. ആ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു കൊച്ചു പയ്യനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. എന്തുകൊണ്ട്? 2 മീനും മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞു, ശരി. അത് അവൻ കൊണ്ടുവന്ന് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു. യേശു അത് കയ്യിൽ മേടിച്ച് പ്രാർത്ഥിച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, എല്ലാവരെയും 50 പേര് വെച്ച് ഇരുത്താൻ പറഞ്ഞു. അങ്ങനെ 50 പേര് വെച്ച് എല്ലാവരെയും വരിയായിട്ട് ഇരുത്തിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, അവർക്ക് വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ യേശു പോഷിപ്പിച്ചു. നോക്കിയേ, യേശു സാധാരണ പോലെയാണോ? അല്ല, വളരെ ഡിഫറെൻ്റ് ആണല്ലേ. ഈ യേശുവാണ് ഈ ഭൂമിയിൽ വന്നത്. എന്തിനാ ഈ ഭൂമിയിൽ യേശു വന്നതെന്ന് നമ്മൾ നേരത്തെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേട്ടപ്പോൾ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഒന്നുകൂടെ നമുക്ക് ഓർക്കാം. ഈ യേശു ഭൂമിയിൽ വന്നത് നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. ആരൊക്കെ പാപം ചെയ്തിട്ടുണ്ട്? പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമില്ലാതെ വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് പാപം. ആരൊക്കെ പാപം ചെയ്തിട്ടുണ്ടെന്നറിയാമോ? എല്ലാവരും. ഞാനൊരു വാക്യം നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന യേശു തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. അത് പറഞ്ഞിരിക്കുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ അകത്തെ 21-ാമത്തെ വാക്യം, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. നോക്കിയേ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മരണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ജീവിച്ചിരുന്നു, ഒരു ദിവസം നമ്മൾ മരിക്കും. അതാണ് പാപത്തിൻ്റെ ശമ്പളമായ മരണം. ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്നു പോകുന്ന അനുഭവമാണ് പാപത്തിൻ്റെ ശമ്പളമായ മരണം. എന്നാൽ നമ്മളിന്ന് വാക്യത്തിൽ പഠിച്ചായിരുന്നു. എന്താ വാക്യത്തിൽ പഠിച്ചത്? എന്തൊക്കെയോ പഠിച്ചല്ലേ? എന്നതാ പഠിച്ചേ? ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. അപ്പോൾ ദൈവപുത്രനിലൂടെ, പാപമില്ലാത്ത ഈ ദൈവപുത്രനിലൂടെ നമുക്ക് ജീവൻ തരാമെന്ന് പറഞ്ഞിരിക്കുക. നമുക്കെല്ലാവർക്കും പാപത്തിൻ്റെ പ്രശ്നമുണ്ട്. പാപം എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. അറിയാമോ? വഴക്കുണ്ടാക്കുന്ന സ്വഭാവം, പേടി വരുമ്പോൾ കള്ളം പറഞ്ഞു പോകുന്ന സ്വഭാവം. ഇപ്പോൾ വീട്ടിൽ നിങ്ങൾ 2 പേരുണ്ട്, ചേട്ടനും അനിയത്തിയും. അനിയത്തിക്ക് മാത്രം അപ്പ കടയിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ അപ്പ അനിയത്തിയുടെ ബാഗ്, സ്കൂൾ ബാഗ് അങ്ങ് കീറിപ്പോയി. അതുകൊണ്ട് അപ്പ പുതിയൊരു ബാഗ് അവൾക്ക് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സങ്കടം വന്നു. എന്തോന്നു എനിക്ക് മാത്രം മേടിച്ചില്ല, അവൾക്ക് മേടിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അനിയത്തി ബാഗും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ദേ ചേട്ടാ, പുതിയ ബാഗ് കണ്ടോ, അപ്പ എനിക്ക് മേടിച്ച് തന്നതാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നല്ല ദേഷ്യം വന്നിട്ട്, പോടി നിൻ്റെ ബാഗ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ തള്ളു വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുവായിരുന്നു? ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ ചേർന്ന ഒരു സ്വഭാവം അല്ലേ? ആ സ്വഭാവം ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പം അമ്മ പറയും, ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത മുട്ടായി വൈകുന്നേരം കഴിക്കണ്ട, കുറേ ചുമയുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നാ ചെയ്യും? നിങ്ങളല്ല, ചില കൂട്ടുകാരെന്നാ ചെയ്യും? പതുക്കെ അമ്മ അറിയാതെ ഫ്രിഡ്ജ് തുറന്ന് മുട്ടായി എടുത്ത് തിന്നും. അമ്മ
പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ആരെയാ കബളിപ്പിച്ചത്? അമ്മ പറഞ്ഞതനുസരിക്കാതെ ആരെ കളിപ്പിച്ചു? അമ്മയെ കളിപ്പിച്ചു അല്ലേ? അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വഭാവം. അപ്പോൾ ഈ സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. ഈ സ്വഭാവം നമ്മൾ നിത്യജീവനി പോകാതെ നമുക്ക് പാപം നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകത്തില്ല, ചെല്ലാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ പാപത്തിലാണെന്ന് പറഞ്ഞു. ഈ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. യേശു ഇങ്ങനെ എല്ലാവരോടും പ്രസംഗിച്ച് ശരിയായ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വർഗത്തെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും ഒക്കെ അങ്ങനെ പ്രസംഗിച്ചപ്പോൾ ആ നാട്ടിലെ പുരോഹിതന്മാർക്ക്, എന്ന് വെച്ചാൽ പള്ളിയിലെ ആൾക്കാർക്കും വേറെ കുറേ പേർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവരെന്നോ ചെയ്തെന്നറിയാമോ? അവർ പ്ലാൻ ചെയ്തു, ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, ഇവനെ നമുക്ക് ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല എന്ന് അവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു. എന്നാൽ അവർ പ്ലാൻ ചെയ്തതനുസരിച്ച് ഒരു സമയത്ത് അവരെന്നാ ചെയ്തെന്നറിയാമോ? യേശുവിനെ കൊല്ലാനായിട്ട് പിടിച്ചു. പക്ഷേ യേശു എതിർത്തൊന്നുമില്ല, യേശു ഒരത്ഭുതവും ചെയ്തില്ല. കാരണം യേശുവിനറിയാം യേശു വന്നത് എന്തിനാണ്? നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിക്കാനാണ് വന്നത്. വചനം അങ്ങനെ പറയുന്നത്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശു മാത്രമേ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കത്തുള്ളൂ. അതുകൊണ്ട് യേശുവിനറിയാം യേശു വന്നത് മരിക്കാനാണെന്ന്. അതുകൊണ്ട് ആരോടും അതിനെ എതിർക്കാൻ പോയില്ല. അവർ വന്ന് യേശുവിനെ പിടിച്ചു കെട്ടി യേശുവിൻ്റെ ഉടുപ്പൊക്കെ അവരെടുത്തു. എന്നിട്ട് ആ യേശുവിനെ അവർ ക്രൂശിൽ തറച്ചു കൊന്നു. യേശുവിനെ ക്രൂശിൽ തറയ്ക്കുമ്പോൾ അവർ യേശുവിൻ്റെ ഉടുപ്പൊക്കെ ചീട്ടിട്ടെടുത്തു. യേശുവിൻ്റെ ഉടുപ്പ് ചീട്ടിട്ടെടുത്തെന്ന് മാത്രമല്ല, യേശുവിൻ്റെ കയ്യിലും കാലിലും ആണിയടിച്ചു, യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, യേശുവിൻ്റെ കാലിൽ ആണിയടിച്ചു. യേശു അങ്ങനെ ലോകത്തിൻ്റെ രക്ഷകനാകാൻ വേണ്ടി, ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി ക്രൂശിൽ മരിച്ചു. അപ്പോൾ യേശുവിൻ്റെ മരണവും ഒരു ഡിഫറൻ്റ് ആയിരുന്നു. എല്ലാവരും മരിച്ച പോലെയല്ല. യേശു മരിക്കുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശുവിൻ്റെ മരണം വളരെ ഡിഫറൻ്റ് ആയിരുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ അവർ ക്രൂശിൽ തറച്ചു കൊന്നു. അയ്യോ! അപ്പോൾ യേശുവിന് എന്ത് സംഭവിച്ചു? യേശു മരിച്ചുപോയി. ഇനി എന്തോ സംഭവിക്കും? യേശു മരിച്ചുപോയി, ഇനി എന്നാ ചെയ്യും? യേശു മരിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. ഞായറാഴ്ച അവരുടെ നാട്ടിലൊക്കെ ഒരു പതിവുണ്ട്, ഈ മരിച്ച് അടക്കം കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ സുഗന്ധദ്രവ്യമൊക്കെ, എന്ന് വെച്ചാൽ കുറച്ച് ഈ പെർഫ്യൂം പോലത്തെ സാധനമൊക്കെ കൊണ്ടുപോയി ഈ മരിച്ച ആളിൻ്റെ കല്ലറയിൽ അവർ കൊണ്ടുപോയി വയ്ക്കും. അപ്പം അങ്ങനെ വയ്ക്കാൻ വേണ്ടി ഒരു ഞായറാഴ്ച ആയപ്പോഴത്തേക്ക് യേശുവിനെ സ്നേഹിച്ചിരുന്ന ചില സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയ്ക്കൽ പോകാനായിട്ട് റെഡിയായി. രാവിലെ വെളുപ്പിനെ അവർ എഴുന്നേറ്റ് യേശുവിൻ്റെ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ അവർ നോക്കിയപ്പോൾ അന്ന് യേശുവിനെ അടക്കം ചെയ്ത സമയത്ത് അന്നത്തെ ഗവർണറായ പീലാത്തോസ് എന്താ ചെയ്തിരുന്നതെന്നറിയാമോ? യേശുവിൻ്റെ കല്ലറ സീൽ ചെയ്തു. എന്നിട്ട് കാവൽക്കാരെയൊക്കെ നിർത്തി. കാരണം യേശു അത്ഭുതമൊക്കെ ചെയ്തുകൊണ്ട് എങ്ങാണ് ഇവനെ ഇറങ്ങി ഓടിയാലോ എന്ന് വിചാരിച്ച് അവരങ്ങനെയൊക്കെ ചെയ്തത്. എന്നാൽ കല്ലറ തുറന്ന് ആ കല്ല് മാറിയിരിക്കുന്നു, കല്ലറ തുറന്ന് കിടക്കുന്നു. അവർ വേഗം തന്നെ യേശുവിൻ്റെ കല്ലറയിലേക്ക് നോക്കി. അവിടെ യേശുവില്ല. അയ്യോ, അപ്പോൾ യേശുവിന് എന്ത് സംഭവിച്ചു? യേശുവിന് എന്താ സംഭവിച്ചത് നിങ്ങൾക്കൊന്ന് പറയാവോ? നിങ്ങൾക്കറിയത്തില്ല അല്ലേ? യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു മരിച്ചിടത്തില്ല. അവർ വേഗം തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു. ഏതായാലും അവരെല്ലാവരും കൂടെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി യേശു അവിടെ ഇല്ല, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നോക്കിയേ, മരിച്ച യേശു വളരെ അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റായിട്ട്, നമ്മളൊക്കെ മരിച്ച ഉയർത്തെഴുന്നേക്കുമോ? ആ യൈറൂസിൻ്റെ മകൾ മരിച്ചപ്പോൾ ആരാ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? യേശു. എന്നാൽ ഇവിടെ യേശു തന്നെ ഉയർത്തെഴുന്നേറ്റു. നോക്കിയേ, യേശുവിൻ്റെ മരണം ഡിഫറെൻ്റാണ്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഡിഫറെൻ്റാണ്. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരുടെയൊക്കെ അടുത്ത് വന്നു, അവരെയൊക്കെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു. 40 ദിവസം യേശു ഈ ശിഷ്യന്മാരുടെ കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് പഴയതുപോലെ തന്നെ നടന്നു. ഒരു ദിവസം ഈ 40 ദിവസം ആയപ്പോഴത്തേക്ക് യേശു ഇവരെയും കൊണ്ട് ഒലിവ് മലയിലേക്ക് പോയി. ഒലിവ് മലയിൽ പോയി അവിടെ അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അവർ നോക്കിയപ്പോൾ യേശു കൈ ഇങ്ങനെ വെച്ചിരിക്കുന്ന കണ്ടു. യേശു കൈ ഇങ്ങനെ വെച്ചിട്ട് യേശു നിന്ന സ്ഥലത്തു നിന്ന് പതുക്കെ ഇങ്ങനെ മേളിലേക്ക് പോകാൻ തുടങ്ങി. മേളിലോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ പട്ടം ഇങ്ങനെ മേളിലോട്ട് പോയാൽ നിങ്ങൾ എവിടെ നോക്കുന്നത്? ഇവിടെ നോക്കുമോ മേളിൽ നോക്കുമോ? മേളിൽ അല്ലേ? അതുപോലെ ശിഷ്യന്മാർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അവർ നോക്കിയപ്പോൾ യേശു മേളിലോട്ട് പോയി. മേഘം വന്ന് യേശുവിനെ മൂടി. അങ്ങനെ മേഘം വന്ന് യേശുവിനെ മൂടിക്കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അവരുടെ വിഷമം എന്താ? അയ്യോ, യേശു പോയി, ഇനി എന്ത് ചെയ്യും എന്നായിരിക്കും അവരുടെ വിഷമം. ഇനി നമ്മളെന്ത് ചെയ്യും? യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രയാസം അതായിരുന്നു.
അപ്പോൾ അവരങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവിടെ സംഭവിച്ചത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുവിനെ അങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന അവർ കണ്ടത് 2 ദൂതന്മാർ അവിടെ നിൽക്കുന്നു. യേശു പോയ സ്ഥലത്ത് 2 ദൂതന്മാർ നിൽക്കുന്നു. എന്നിട്ട് അവർ ചോദിക്കുക, ഗലീല പുരുഷന്മാരെ എന്ന് വെച്ചാൽ ഈ ശിഷ്യന്മാരെ ഗലീല പുരുഷന്മാരെ എന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പോൾ യേശു എന്നാ ചെയ്യും? ഇനിയും വരും. എന്നാ വരുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാമോ എന്നാ വരുന്നതെന്ന്? ഇല്ല, അടുത്ത മാസം അല്ലേ? അടുത്ത മാസമല്ല വരാൻ പോകുന്നത്. യേശു എന്നാ വരുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ യേശു വരും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യേശു വീണ്ടും വരും. യേശു വീണ്ടും വരുന്നത് എന്തിനാണെന്ന് നമുക്ക് നോക്കണം. യേശു വീണ്ടും വരുന്നത് യേശുവിൻ്റെ മക്കളെ യേശുവിൻ്റെ കൂടെ ചേർത്ത് കൊണ്ടുപോകാനാണ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടി മരിക്കാനല്ല യേശു വരുന്നത്, മറിച്ച് യേശുവിൻ്റെ മക്കളായവരെ യേശുവിനോട് കൂടെ ചേർക്കാൻ. നിങ്ങൾ യേശുവിൻ്റെ മക്കളാണോ? എങ്ങനെ അറിയാം? യേശു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മൾ വചനത്തിൽ പഠിച്ചു, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. അപ്പോൾ ദൈവപുത്രനായ യേശു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരെ ചേർക്കാനാണ് യേശു വീണ്ടും വരുന്നത്. ഇനി ഈ ക്ലാസ്സിലോ ഈ പ്രോഗ്രാമോ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇതുവരെ ഈ നിത്യജീവൻ ലഭിച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെ നിത്യജീവനല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. എന്ന് പറഞ്ഞാൽ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളായിത്തീരും. ദൈവത്തിൻ്റെ മക്കളാണ് യേശു വരുമ്പോൾ അവനോട് കൂടെ പോകുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെ 3 കാര്യം ചെയ്യണം. ഒന്നാമത്തെ കാര്യം, നമുക്ക് പാപമുണ്ടെന്ന് സമ്മതിക്കണം, ഞാൻ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കണം. രണ്ടാമത്തെ കാര്യം, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു വന്നത്, ക്രൂശിൽ മരിച്ചത് എന്ന് വിശ്വസിക്കണം. അങ്ങനെ ക്രൂശിൽ മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് പറയണം, എൻ്റെ ജീവിതത്തിൽ വരണമേ എന്ന്. ഇന്ന് അങ്ങനെ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഈ 3 കാര്യം പറഞ്ഞാൽ മതി. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. താല്പര്യമുള്ളവർ എന്ന് വെച്ചാൽ യേശു ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ആൻറ്റി ഈ പ്രാർത്ഥന പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നു, എൻ്റെ പാപത്തിന് യേശു മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ വരണമേ, എന്നെ അങ്ങയുടെ പൈതലാക്കി തീർക്കണമേ. ആമേൻ. അപ്പോൾ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള കൂട്ടുകാർ, എനിക്കറിയാം ചില കൂട്ടുകാർ നേരത്തെ തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ കുഞ്ഞുങ്ങളായി തീർന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഓർത്തിരിക്കേണ്ടത്, യേശു വളരെ വ്യത്യസ്തമാണ്. യേശുവിൻ്റെ എല്ലാ പ്രവൃത്തിയും ഡിഫറെൻ്റാണ്. അതുകൊണ്ട് യേശു റിയലാണ്, യേശു തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. യേശു ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ ആര് നമ്മളോട് കൂടെ ഇരിക്കും? യേശു നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കും. ഒരു ദിവസം യേശു വരുമ്പോൾ നമുക്ക് യേശുവിനോടൊപ്പം പോകാൻ സാധിക്കും. അപ്പോൾ ഇതാ ക്രിസ്തുമസ്. അല്ലാതെ ക്രിസ്തുമസ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനം മാത്രം പുൽക്കൂടും സ്റ്റാറും ഒക്കെ ആയിട്ടിരിക്കുന്ന മാത്രമല്ല. യേശു ജനിച്ചു, യേശു ഡിഫറെൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു, യേശു പവർഫുള്ളാണ്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് യേശു എൻ്റെ രക്ഷകനാണെന്ന് ഉൾക്കൊണ്ട് യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തുമസ് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓർത്തിരിക്കണം, യേശു എനിക്കായിട്ടാണ് ഈ ഭൂമി ജനിച്ചത്. ആ യേശു എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ക്രിസ്തുമസ് വളരെ അർത്ഥമാണ്. മനസ്സിലായോ ക്രിസ്തുമസ് എന്താണെന്ന്? ഓക്കെ. നമ്മൾ യേശുവിൻ്റെ ജനനത്തെ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നു എന്ന് പഠിച്ചു അല്ലേ? എന്തിനു വേണ്ടിയാണ് യേശു ജനിച്ചത്? യേശുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് പറയുന്നൊരു പാട്ടാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആ പാട്ട് ഇതാണ്, ഇറ്റ്സ് ക്രിസ്മസ് ടൈം. നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ?
It's Christmas time, Christmas time, time to celebrate the special day when Jesus Christ was born on earth for me. It's Christmas time, Christmas time, time to celebrate the special day when Jesus Christ was born on earth for me. He came for me to die for me, to set me free from sin. I will rejoice and celebrate this blessed Christmas day. I will rejoice and celebrate this blessed Christmas day. ഈ പാട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? യേശു കർത്താവ് ഈ ഭൂമിയിൽ പിറന്നതിനെ നമ്മൾ ക്രിസ്മസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണല്ലേ. ഓക്കെ, എന്തിനു വേണ്ടി യേശു ജനിച്ചത്? അതിൻ്റെ ഉദ്ദേശം എന്താ? അതാണ് അടുത്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് തൻ്റെ മക്കളാക്കി തീർക്കുവാനാണ് യേശു ഈ ലോകത്തിൽ ജനിച്ചത്. അതിനുവേണ്ടി ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. അതുകൊണ്ട് ആ ഉദ്ദേശം മനസ്സിലാക്കി നമ്മൾ ആ സന്തോഷത്തോട് ക്രിസ്മസ് ആഘോഷിക്കാമെന്നാണ് ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പാട്ട് നമുക്ക് പഠിച്ചാലോ? ഞാൻ ഓരോ ലൈനായിട്ട് നിങ്ങൾക്ക് പാടിത്തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏറ്റു പാടണം. ഓക്കെ, റെഡിയല്ലേ? It's Christmas time, Christmas time. It's Christmas time, Christmas time, Time to celebrate the special day time to celebrate the special day when Jesus Christ was born on earth for me. when Jesus Christ was born on earth for me. He came for me He came for me to die for me, to die for me, to set me free from sin. to set me free from sin. I will rejoice I will rejoice and celebrate and celebrate this blessed Christmas day. this blessed Christmas day. നമുക്ക് ആദ്യം മുതൽ ഒന്ന് പാടി നോക്കിയാലോ? ഓക്കെ, എല്ലാവരും ചേർന്ന് പാടാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. It's Christmas time, Christmas time, time to celebrate this special day when Jesus Christ was born on earth for me. It's Christmas time, Christmas time, time to celebrate this special day when Jesus Christ was born on earth for me. He came for me to die for me, to set me free from sin. I will rejoice and celebrate this blessed Christmas day. I will rejoice and celebrate this blessed Christmas day. വെരി ഗുഡ്. നമുക്ക് ഈ പാട്ടൊന്ന് ആക്ഷനോടുകൂടി കണ്ടാലോ? It's Christmas time, Christmas time, time to celebrate the special day when Jesus Christ was born on earth for me. It's Christmas time, Christmas time, time to celebrate the special day when Jesus Christ was born on earth for me. He came for me to die for
ഓക്കെ, കണ്ടു കഴിഞ്ഞല്ലേ? അപ്പം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആക്ഷൻ ചെയ്താലോ? എല്ലാവർക്കും എഴുന്നേൽക്കാം. It's Christmas time, Christmas time, time to celebrate the special day when Jesus Christ was born on earth for me. It's Christmas time, Christmas time, time to celebrate the special day when Jesus Christ was born on earth for me. He came for me to die for me, to set me free from sin. I will rejoice and celebrate this blessed Christmas day. I will rejoice and celebrate this blessed Christmas day. യേശു നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ ജനിച്ചു എന്നുള്ള ആ ഉദ്ദേശം മനസ്സിലാക്കിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ക്രിസ്മസിനൊരർത്ഥമുണ്ട്. അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾ വെറും ആഘോഷം മാത്രമായിരിക്കും. യേശു നമ്മുടെ പാപത്തിന് വേണ്ടിയാണ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതെന്നുള്ള ആ ഒരു ഉദ്ദേശം മനസ്സിലാക്കി ആ യേശുവിൻ്റെ ക്രിസ്മസ് ജനനം ഉത്സവം ആഘോഷിക്കുവാൻ ദൈവം നിങ്ങളെ ഏവരെ സഹായിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലേ? കുറേ നേരമായിട്ട് നിങ്ങൾ പാട്ട് പാടി, കഥ കേട്ടു, ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അങ്കിളിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അങ്കിളിൻ്റെ കയ്യിലൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയോ? ആ, ബർത്ത്ഡേ കിട്ടിയിട്ടുണ്ട്, ക്രിസ്മസിന് കിട്ടിയിട്ടുണ്ട്, ദീപാവലിക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ ആഘോഷങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? തുറന്ന് നോക്കും, എന്നിട്ട് അതെടുത്തിട്ട് എന്ത് ചെയ്യും? കൂട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കും അല്ലേ? പപ്പൻ്റെയും മമ്മീൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കും, കൂട്ടുകാർക്ക് കൊടുക്കും, നിങ്ങളത് കാണിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് നിങ്ങളത് കൊണ്ടുപോയിട്ട് സൂക്ഷിച്ച് വയ്ക്കും, ഇതെൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് സൂക്ഷിച്ച് വയ്ക്കും. നമ്മുടെ അനിയന്മാരോ അനിയത്തിമാരോ ആരെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യും? അത് എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പറയും, വേണ്ട വേണ്ട വേണ്ട, ഇതെൻ്റേതാണ്, എനിക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വയ്ക്കും. ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം ഒരു സമ്മാനം തന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അതെന്താന്ന് അല്ലേ? അതെന്താണെന്ന് അങ്കിൾ പറയുന്നത് അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താന്ന് അങ്കിളൊന്ന് വായിച്ച് കേൾപ്പിക്കാമേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച കാര്യത്തെക്കുറിച്ചാണ്. ദൈവം ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി നൽകിയ സമ്മാനമാണ് ആര്? യേശു. അപ്പോൾ യേശു ഈ ലോകത്തിൽ വന്ന് നമ്മൾ ജനിച്ചതിനെ നമ്മളിപ്പോൾ ആഘോഷിക്കുന്നുണ്ടല്ലേ? നമ്മളിപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. യേശു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന് ഈ വാക്യം പറയുന്നത്. എന്തുവാണെന്നറിയാമോ? യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിന്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ തെറ്റുകളൊക്കെ എന്ത് ചെയ്യും? യേശുപ്പച്ചൻ ക്ഷമിച്ചു കൊടുക്കും. അവർക്ക് എന്നുമുള്ള ജീവൻ നൽകും, ഒരിക്കലും അവസാനിക്കാത്ത ജീവൻ യേശുപ്പച്ചൻ നൽകും. അതിനു വേണ്ടിയിട്ടാണ് ദൈവം എന്ത് ചെയ്ത് യേശുപ്പച്ചനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കണം, ദൈവം നൽകിയ ആ സമ്മാനം എന്താണത്? യേശു ക്രിസ്തു, യേശുപ്പച്ചനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചതാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, യേശുപ്പച്ചൻ നമുക്ക് വേണ്ടിയും പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ യേശുപ്പച്ചൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ കൂട്ടുകാരോട്, കസിൻസിനോട്, മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നവരായിരിക്കണം. അങ്ങനെ ചെയ്യുമോ? അപ്പോൾ ഈ സമ്മാനം നമ്മുടെ മാത്രമായിട്ട് സൂക്ഷിക്കാനുള്ളതാണോ യേശുപ്പച്ചൻ എന്നുള്ള സമ്മാനം? അല്ല, അത് മറ്റുള്ളവർക്കും കൂടെ
ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ യേശു അപ്പച്ചനെ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുന്നവരായിരിക്കണം നിങ്ങൾ. അങ്ങനെ ആയിരിക്കുമോ? ഓക്കെ. നമ്മൾ ഇത്രയും നേരം ചില പാട്ടുകളിലൂടെയും കഥകളിലൂടെയും വാക്യത്തിലൂടെയൊക്കെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇനി അത് നിങ്ങളും മനസ്സിലാക്കിയൊന്നും ഞങ്ങൾക്ക് അറിയണ്ടേ? അതിനുവേണ്ടി നമ്മളിപ്പോൾ ഒരു ഗെയിം ചെയ്യാനായിട്ട് പോവാം. ഈ ഗെയിമിനൊരു റൂളുണ്ട്. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പം അറിയാമെന്നുള്ള ആൾ കൈ ഉയർത്തിയിട്ട് അതിൻ്റെ ഉത്തരം പറയണം. ഓക്കെ? അപ്പം ഇത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ ഒറ്റ ഗ്രൂപ്പായിട്ടല്ല 2 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പോവാം. ബോയ്സ് ഗ്രൂപ്പും ഗേൾസ് ഗ്രൂപ്പും. അതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് ടൈമിനോടനുബന്ധിച്ച് നിങ്ങൾക്കൊരു പേരൊക്കെ തരാൻ പോവാം. ബോയ്സ് ഗ്രൂപ്പിൻ്റെ പേര് ജോസഫ് എന്ന, ഗേൾസ് ഗ്രൂപ്പിൻ്റെ പേര് മേരി എന്ന. ഓക്കെ? അപ്പം ഞാൻ ചില ക്വസ്റ്റ്യൻ ചോദിക്കും, അറിയാമെന്നുള്ള ആൾ കൈ ഉയർത്തിയിട്ട് അതിൻ്റെ ഉത്തരം പറയണം. അപ്പം നിങ്ങൾക്കുള്ള പോയിൻറ്റ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ചില നമ്പേഴ്സ് വെച്ചിട്ട് കുറേ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആൻസർ പറഞ്ഞതിന് ശേഷം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ മാർക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. റെഡിയല്ലേ? ആദ്യത്തെ ചോദ്യം നമ്മുടെ ജോസഫ് ഗ്രൂപ്പിനോടാണ്. ജോസഫ് ഗ്രൂപ്പിലോട്ടുള്ള ചോദ്യം, ആദ്യത്തെ ചോദ്യം, യേശു കർത്താവ് ജനിച്ചത് എവിടെയാണ്? ഓക്കെ, പറഞ്ഞു. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. അപ്പോൾ ബെത്ലഹേം അല്ലേ? അപ്പോൾ ജോസഫ് ഗ്രൂപ്പിനുള്ള മാർക്ക് ഇവിടെ ഉണ്ട്. വേഗം എടുക്കാം. ഏത് നമ്പറാണ് വേണ്ടത്? 8. നമ്പർ 8 നോക്കാം. വാവ്, 500 പോയിൻറ്റ്സ്. വെരി ഗുഡ്. ഓക്കെ, അതിവിടെ ഇരുന്നോട്ടെ. അടുത്ത ചോദ്യം നമ്മുടെ മേരി ഗ്രൂപ്പിനോടാണ്. മേരി ഗ്രൂപ്പിനോടുള്ള ചോദ്യം, ആർക്കാണ് ജീവനുള്ളത്? ആരാ പറയുന്നേ? പുത്രനുള്ളവന്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഏത് നമ്പറാണ് വേണ്ടത് മോൾക്ക്? നമ്പർ 10. വാവ്, 300 പോയിൻറ്റ്സ്. അപ്പോൾ മേരി ഗ്രൂപ്പിന് ലഭിച്ചിരിക്കുന്നു 300 പോയിൻറ്റ്സ്. അടുത്ത് വീണ്ടും ചോദ്യം വരുന്നത് ജോസഫ് ഗ്രൂപ്പിനോടാണ്. ജോസഫ് ഗ്രൂപ്പിനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ, ക്രിസ്മസ് ആരുടെ ജന്മദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്? ജീസസ്. ഉത്തരം ശരിയാണ്. യേശുവിൻ്റെ ജന്മദിനമാണ് അല്ലേ? അപ്പം എടുക്കാം, നമ്പർ എടുക്കാം. 12. 100 പോയിൻറ്റ്സ്. വെരി ഗുഡ്. ഓക്കെ, അടുത്ത മേരി ഗ്രൂപ്പിനോടുള്ള ചോദ്യം, എന്ത് പറഞ്ഞാണ് ആ മരിച്ചുപോയ പെൺകുട്ടിയെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ബാല എണീക്കുക. ബാലേ എഴുന്നേൽക്കുക. ഉത്തരം ശരിയാണ്. അപ്പം നമ്പർ പറയാം. നമ്പർ 6 നോക്കാം. 200 പോയിൻറ്റ്സ്. വെരി ഗുഡ്. 200 പോയിൻറ്റ്സ്. അടുത്ത ചോദ്യം വീണ്ടും നമ്മുടെ ജോസഫ് ഗ്രൂപ്പിനോടാണ്. ഓക്കെ, ഈ ചോദ്യം ഇതാണ്, യേശു ഡിഫറെൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? മറ്റെല്ലാവരെക്കാളും ഡിഫറെൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? യേശു ഡിഫറെൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്താ? യേശുവിൻ്റെ ജനനം ഡിഫറെൻ്റാണ്, യേശുവിൻ്റെ പവർ ഡിഫറെൻ്റാണ്, യേശുവിൻ്റെ മരണം ഡിഫറെൻ്റാണ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. അപ്പോൾ നമ്പർ എടുക്കാം. 3. 400 പോയിൻറ്റ്സ്. വീണ്ടും ജോസഫ് ഗ്രൂപ്പിന് 400 പോയിൻറ്റ്സ് കിട്ടിയിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മേരി ഗ്രൂപ്പിനോടാണ്. യേശുവിൻ്റെ ജനന സമയത്ത് ആരാണ് പാട്ട് പാടിയത്? മാലാഖമാർ. ഉത്തരം ശരിയാണ്. നിങ്ങളുടെ നമ്പർ എടുക്കാം, വേഗം എടുക്കാം. 2. വാവ്, 500 പോയിൻറ്റ്സ്. കൊള്ളാം. ഓക്കെ, അടുത്ത ചോദ്യം ജോസഫ് ഗ്രൂപ്പിനോടുള്ള ചോദ്യം, യേശു വീണ്ടും വരുന്നത് എന്തിനു വേണ്ടിയാണ്? പുത്രനുള്ളവരെ തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാനാണ് യേശു വീണ്ടും വരുന്നത്. ഉത്തരം ശരിയാണ്. ദൈവപുത്രനുള്ളവരെ തൻ്റെ അടുക്കിലേക്ക്, അതായത് യേശുവിൻ്റെ മക്കളെ തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാനാണ് അല്ലേ? ഉത്തരം ശരിയാണ്. നിങ്ങളുടെ നമ്പർ എടുക്കാം. 5. 300 പോയിൻറ്റ്സ്. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മേരി ഗ്രൂപ്പിനോടാണ് ചോദിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു മെമ്മറി വേഴ്സ് പഠിച്ചായിരുന്നു അല്ലേ? ആൻറ്റി പഠിപ്പിച്ചായിരുന്നു ഒരു മെമ്മറി വേഴ്സ്. ആ മെമ്മറി വേഴ്സിൻ്റെ റെഫറൻസ് ഏതാണെന്ന് പറയാമോ? ഓക്കെ, പറയാം. 1 യോഹന്നാൻ
5-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. വേഗം മാർക്ക് എടുക്കാം. നോക്കട്ടെ. 9. 200 പോയിന്റ്സ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് നോക്കണ്ടേ? 1300 പോയിന്റ്സ് നേടി ജോസഫ് ഗ്രൂപ്പ് വിന്നറായിരിക്കുന്നു. അപ്പോൾ ഒന്ന് ക്ലാപ്പ് ചെയ്താലോ? ക്ലാപ്പ് ചെയ്യാം. എല്ലാവരും ക്ലാപ്പ് ചെയ്തേ. വെരി ഗുഡ്. മേരി ഗ്രൂപ്പും മോശമൊന്നുമല്ല കേട്ടോ. മേരി ഗ്രൂപ്പിനും കിട്ടിയിരിക്കുന്നു 1200 പോയിന്റ്സ്. എല്ലാവരും ക്ലാപ്പ് ചെയ്യാം. വെരി ഗുഡ്. ഈ യേശുവാണ് ലോകത്തിൻ്റെ സുവിശേഷം. എൻ്റെ കൂടെ നിങ്ങളെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഞാനൊന്ന് വിളിക്കട്ടെ? ഏയ് ഡേ, ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഡേ വന്നേ എഴുന്നേറ്റ് വന്നേ. ഇത്രയും നേരം വിട്ടിരുന്ന് ഉറങ്ങുമായിരുന്നല്ലേ? അങ്കിൾ എന്താ? ഞാൻ ഉറങ്ങുമൊന്നും അല്ലായിരുന്നു. ഉറങ്ങുമില്ലായിരുന്നോ? നീ അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് ഞാൻ കണ്ടല്ലോ. ഞാനൊന്നും ഉറങ്ങിയില്ല. ഞാൻ ഉറങ്ങിയായിരുന്നോ? ഉറങ്ങിയായിരുന്നോ? അതാ അവർ പറയുന്നത് നീ ഉറങ്ങിയെന്ന്. ഞാൻ ഉറങ്ങിയില്ല. അതാ അവൻ ഉറങ്ങിയില്ല എന്ന്. ഉറങ്ങിയില്ലയോ? ഉറങ്ങി. അതാ ഇവരെല്ലാം പറയുന്നു ഉറങ്ങിയെന്ന്. എന്നാ ഞാനൊരു കാര്യം പറയാം. എന്തോ പറയും? ഇവിടെ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഞാനങ്ങ് പറയാം. അത് കൊള്ളാം. ഇവിടെ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഇവൻ പറയാമെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ? അപ്പോൾ നീ പറഞ്ഞു എന്തൊക്കെയാണ് പഠിച്ചതെന്ന്? ഞാൻ പറയും. എന്നാ പറയേ, സമയം കളയരുത്, വേഗം ഒന്ന് പറയണം. അത് ഞാൻ പഠിച്ചു. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നെന്ന്. ഓ, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് പഠിച്ചു. ഈ ലോകത്തിലുള്ള എല്ലാവരെയും അല്ലേ? അതെ, ഈ ലോകത്തിലുള്ള എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. എന്നിട്ടോ? എന്നിട്ട് എന്നാ പറയാനാ? എന്ത് പറ്റി? ഈ ലോകത്തിലുള്ള ആൾക്കാരൊക്കെ തെറ്റ് ചെയ്തില്ലേ? ഓ, ഈ ലോകത്തിലുള്ള ആൾക്കാരൊക്കെ തെറ്റ് ചെയ്തല്ലേ? എന്തൊക്കെയാണ് ചെയ്തേ? അവർ കള്ളം പറഞ്ഞു. പിന്നെ മോഷ്ടിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ? തെറ്റെല്ലാം ചെയ്തു. ആരൊക്കെയാണ് തെറ്റ് ചെയ്തേ? എല്ലാവരും തെറ്റ് ചെയ്തു. ഓ, എല്ലാവരും തെറ്റ് ചെയ്തു. ഈ തെറ്റിനൊരു കാര്യം പറയുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലേ? നീ കേട്ടോ? അതെ, പാപമെന്ന് പറയും. ശരിയാണോ? ഈ പറയുന്നതൊക്കെ ശരിയാണോ? എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? എന്നിട്ട് എന്നാ ചെയ്യാനാ? യേശുവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. ഓ, അങ്ങനെ ചെയ്തല്ലേ? എന്നിട്ടോ? യേശു നമുക്ക് വേണ്ടി മരിച്ചു. മരിക്കുക മാത്രമാണോ ചെയ്തേ? യേശു മരിക്കുക മാത്രമല്ല, ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. യേശു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. യേശു എന്തോ ഒരു സമ്മാനം തരുമെന്ന് പറഞ്ഞല്ലോ? അതെ, യേശു നമുക്ക് നിത്യജീവൻ തരും. ഓ, യേശു നമുക്ക് നിത്യജീവൻ തരും. ശരിയാണോ ഇനി പറയുന്നതൊക്കെ? യേശു നമ്മുടെ പാപമൊക്കെ ക്ഷമിക്കും. യേശു നമ്മുടെ പാപമൊക്കെ ക്ഷമിക്കും. ആരുടെ പാപമായിരിക്കും സ്പോട്ടിൽ ക്ഷമിക്കുന്നത്? അത് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നവരുടെ. ഓ, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നവരുടെ പാപമൊക്കെ ക്ഷമിച്ചു കൊടുക്കുമല്ലേ? അപ്പോൾ എന്തോ ചെയ്യണം? യേശുവിനോട് പറയണം ഞാൻ പാപിയാണെന്ന്. ഓ, യേശുവിനോട് പറയണം ഞാൻ പാപിയാണെന്ന്. പിന്നെ യേശു എനിക്ക് വേണ്ടി മരിച്ചു. മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു എന്ന് പറയണം. യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് പറയണം. പിന്നെന്ത് ചെയ്യണം? പിന്നെ പറയണം യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന്. പിന്നെ പറയണം യേശുവേ അങ്ങൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന്. അപ്പോൾ എന്തായിട്ട് തീരാൻ പറ്റും? യേശുവിൻ്റെ മക്കളായിട്ട് തീരാൻ പറ്റും. ശരിയാണോ അവനീ പറഞ്ഞതൊക്കെ? അതെയോ? ഓ, നീ എടുക്കണം, നീ ഉറങ്ങിയില്ലായിരുന്നല്ലേ? അപ്പോൾ യേശുവിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് തീരാനായിട്ട് ഈ കാര്യമൊക്കെ ചെയ്യണം. ഇനി അറിയാതെ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം സ്പോട്ടി? അത് പറഞ്ഞു എന്ത് ചെയ്യണം? നിനക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് നീ ആലോചിക്കുകയാണോ? എന്തോ ചെയ്യണ്ടേ? യേശുപ്പച്ചനോട് ക്ഷമ ചോദിക്കണം. ഓ, യേശുപ്പച്ചനോട് ക്ഷമ ചോദിക്കണം. ഇനി നമ്മൾ അറിയാതെ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ യേശുപ്പച്ചനോട് ക്ഷമ ചോദിക്കണം. അപ്പോൾ യേശുപ്പച്ചൻ എന്ത് ചെയ്യും? നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കും. ഓ, നമ്മുടെ തെറ്റുകളെയൊക്കെ ക്ഷമിച്ചു തരും. അപ്പോൾ യേശുപ്പച്ചൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നിനക്ക് പറയാമോ? അത് വേണ്ട. പിന്നെയോ? അത് അങ്കിളങ്ങ് പറഞ്ഞാൽ മതി. അയ്യോ, അങ്ങനെയാണോ? അപ്പോൾ ഇവർക്കൊരു ബൈ പറഞ്ഞിട്ട് നീ കയറിപ്പോയിക്കോ. ബൈ. അങ്കിൾ എന്താ? ഞാൻ പോകുന്നില്ല. അതെന്താ?
നമുക്ക് ഡേവിഡിനെ പിടിച്ചോണ്ട് പോവാം. ചുച്ചു ഡേവിഡിനെ ഒന്നും പിടിച്ചോണ്ട് പോകണ്ട, ഡേവിഡ് വരത്തൊന്നുമില്ല. നീ വരുമോ? ഇല്ല, ഡേവിഡ് വരത്തില്ല. ഓക്കെ, ബൈ. ബൈ. അപ്പോൾ യേശുപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അങ്കിളിപ്പോൾ പറയാനായിട്ട് പോവുക. എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതുകൊണ്ട് ഒരു കുഞ്ഞു ചെടിയല്ലേ, ചെടിയെപ്പോലെ ഉണ്ട്. അങ്കിൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതൊരു ചെടിയാണെന്ന് നിങ്ങളങ്ങ് വിചാരിക്കുക. അപ്പോൾ ഈ ചെടി എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളിങ്ങനെ നട്ടുവെച്ചു, അതിന് കുറച്ച് വെള്ളമൊഴിച്ചു, വളമൊക്കെ ഇട്ടു. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ചെടി പതിയെ വളർന്നു വരും. പിന്നെയും കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ വെള്ളമൊഴിക്കും, വളമിടും. അപ്പോൾ എന്താ പറ്റും? പിന്നെയും കുറച്ചുകൂടെ വളർന്നു വരും. പിന്നെയും കുറേ ദിവസം കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെള്ളമൊഴിക്കും, വളമിടും. അപ്പോൾ എന്താ പറ്റും? പിന്നെയും ഈ ചെടി വളർന്ന് വലുതായിട്ട് വരും. യേശുപ്പച്ചൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ഇതേപോലെ യേശുപ്പച്ചൻ്റെ കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ വളർന്നു വരണമെന്ന്. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവവചനം വായിക്കുന്നവരായിരിക്കണം, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, സൺഡേ സ്കൂളിലും ഗുഡ് ന്യൂസ് ക്ലബ്ബിലും ഒക്കെ പങ്കെടുക്കുന്നവരായിരിക്കണം, യേശുപ്പച്ചനെക്കുറിച്ച് കൂട്ടുകാരോട് മറ്റുള്ളവരോട് പറയുന്നവരായിരിക്കണം. ഈ യേശുപ്പച്ചന് വേണ്ടി നമുക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയൊക്കെ എന്ത് ചെയ്യുന്നവരായിരിക്കണം? കൊടുക്കുന്നവരായിരിക്കണം അല്ലേ? നമുക്കങ്ങനെ പങ്കുവയ്ക്കാനായിട്ട് പറ്റുമോ? നിങ്ങളങ്ങനെ ചെയ്യുമോ? ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, യേശുപ്പച്ചനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം അല്ലേ? അങ്ങനെ മിടുക്കരായിട്ട് നിങ്ങൾ വളരുമോ? അവർക്കാ വളരാനായിട്ട് പറ്റുന്നത്. അങ്കിൾ ബൈബിളിൽ നിന്നൊരു വാക്യം കൂടെ വായിച്ച് കേൾപ്പിക്കാം. അത് 2 പത്രോസ് 3-ാം അധ്യായം 18-ാം വാക്യമാണ്. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ യേശു കർത്താവിൽ വളർന്നു വരണം, മിടുക്കരായിട്ടിരിക്കുക. നല്ലൊരു ഭാവി, നല്ലൊരു ക്രിസ്മസ്, നല്ലൊരു പുതുവർഷം നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും സന്തോഷമായിരുന്നു? സന്തോഷമായിരുന്നു? നല്ല പാട്ടുകളും കഥകളും ബൈബിൾ വാക്യവും ഒക്കെ പഠിക്കാനായിട്ട് യേശു കർത്താവ് സഹായിച്ചു അല്ലേ? എന്താണിത് യഥാർത്ഥ ക്രിസ്തുമസ് എന്ന് മനസ്സിലായോ? അപ്പോൾ ഈ വർഷത്തെ ക്രിസ്തുമസ് ഏറ്റവും സന്തോഷകരമായി അർത്ഥവത്തായിട്ട് ആഘോഷിക്കുവാനായിട്ട് യേശു കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? അപ്പം നമുക്ക് യേശു കർത്താവിനോട് നന്ദി പറയണ്ടേ? നമ്മുടെ കൂട്ടുകാരോടും ഈ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് നമുക്കിടയാകണം. പുതിയൊരു വർഷം, ഇനി ഏത് വർഷമാണ് വരുന്നത്? 2024. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വർഷം യേശു കർത്താവ് തരാനായിട്ട് പോകും. യേശുവിനോട് കൂടെ യാത്ര ചെയ്യുവാൻ 2024 2024 ഏറ്റവും അനുഗ്രഹകരമായി തീരുവാനായിട്ട് നമുക്ക് യേശു കർത്താവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ കേട്ട എല്ലാ കാര്യങ്ങൾക്കും യേശു കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ആർ യു ഹാപ്പി ടുഡേ? യെസ്. ആർ യു ഹാപ്പി ടുഡേ? ഓക്കെ, ലെറ്റ് us pray. കണ്ണുകളടച്ച് കൈകൂപ്പി നമുക്ക് യേശു കർത്താവിന് നന്ദി പറയാം. അങ്കിൾ പറയുന്ന ഈ പ്രാർത്ഥന അങ്കിളുടെ പിന്നാലെ നിങ്ങൾ ഉറക്കെ പറയുമോ? ഓക്കെ, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ യേശു കർത്താവേ, ഈ വർഷത്തെ ക്രിസ്തുമസ് അർത്ഥവത്തായി ആഘോഷിക്കുവാൻ എന്നെ സഹായിച്ചതിനായി നന്ദി പറയുന്നു. യേശു കർത്താവേ, നിന്നോട് കൂടെ പുതിയ വർഷം ആരംഭിക്കുവാൻ നിനക്കായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ.